ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ടൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്, നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ കാണാത്തവരെങ്കിലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്, ഒരു ക്യാരറ്റ് റൈസാണ്. വളരെ പെട്ടെന്ന് നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ക്യാരറ്റ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂട് വരുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓയിലാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യും ഓയിലും നന്നായിട്ട് ചൂടാകുമ്പോഴേക്ക് നമുക്ക് 2 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, 4 ഗ്രാമ്പും കൂടി ചേർത്ത് പൊട്ടിക്കണം. സ്പൈസസ് എല്ലാം പൊട്ടി വരുമ്പോഴേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് പൊട്ടിക്കണം. ജീരകം നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 2 ഉണക്കമുളക് 2ആയിട്ട് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശുവണ്ടി ചെറുതായിട്ട് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ കശുവണ്ടി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കശുവണ്ടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കശുവണ്ടി ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ വഴറ്റാം. ഇപ്പോൾ കശുവണ്ടി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും 3 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. ഇപ്പോൾ സവാളയെല്ലാം നല്ലതുപോലെ സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്തതിന് ശേഷം സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരും നന്നായിട്ട് വഴറ്റാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 മീഡിയം സൈസുള്ള ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നത്. ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തപ്പോഴത്തേക്കും 2.5 കപ്പ് ക്യാരറ്റ് ഉണ്ടായിരുന്നു. ക്യാരറ്റ് ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. നമുക്കിതിലേക്ക് പാകത്തിലുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ സവാള വഴറ്റിയ സമയത്ത് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പുപൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സ്വല്പം വെള്ളം തളിച്ച് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, 2 പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ തളിച്ച് കൊടുത്താൽ മതി. ഇനി പാനൊന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇനി പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും സ്പ്രിംഗ് ഓണിയൻ കാണില്ല, അല്ലെങ്കിൽ നമുക്ക് മല്ലിയില ചേർത്ത് കൊടുത്താലും മതി. ഇനി പാനൊന്ന് മൂടി സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. ഇനി പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ജീരകശാലയുടെ റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പച്ചരി വെച്ച് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബസ്മതി റൈസോ ഇഷ്ടമുള്ള ഏത് റൈസ് വേണമെങ്കിൽ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഞാനൊരു പാനിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പുപൊടിയും ഇട്ട് അരി കഴുകിയതും ഇട്ട് പാകത്തിന് വേവിച്ചെടുത്തതാണിത്. കൂടുതൽ വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല. ചോറ് ചേർത്ത് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചേർക്കുമ്പോഴത്തേക്കും ക്യാരറ്റ് റൈസ് നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം.
ചോറ് ചേർത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ വളരെ രുചികരവും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ക്യാരറ്റ് റൈസ് റെഡി ആയിട്ടുണ്ട്. അവസാനം എൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ തൂകി ഗാർണിഷ് ചെയ്യാം. ക്യാരറ്റ് റൈസ് ചൂടോടെ റൈത്ത, പപ്പടം, അച്ചാർ അല്ലെങ്കിൽ ഏതെങ്കിലും തരം കറിയൊക്കെ കൂടി നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായ നമ്മുടെ ക്യാരറ്റ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.